കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗേറ്റ് തുറന്നു വരുന്ന സുശീല ശേഖരനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താൻ എത്രയും വേഗം ഈ വീട് വിട്ടു പോകണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണ്ടി വന്നാൽ തന്നെ ഞാൻ കൊല്ലും. എന്തിനാണ് സുശീലെ, മരിക്കാനായിരിക്കുന്ന എന്നെ കൊന്നിട്ട് നീ ഈ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കുന്നത്? എന്നെ നീയും മക്കളും അധികകാലം സഹിക്കേണ്ടി വരില്ല. ഇവിടെ എവിടെയെങ്കിലും ഞാൻ കിടന്നോളാം. ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. അതുകൊണ്ടാകും എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എനിക്ക് കർമ്മം ചെയ്യണം. നടക്കില്ലടോ. തൻ്റെ ഒരാഗ്രഹവും എൻ്റെ വീടിനുള്ളിൽ നടക്കില്ല. തൻ്റെ ശവം പോലും ഞാൻ വെള്ള പുതപ്പിച്ച് ഇവിടെ കിടത്തില്ല. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ യാതൊരുവിധ കർമ്മങ്ങളും തനിക്ക് വേണ്ടി ചെയ്യിക്കില്ല. ഇവിടെ കിടന്ന് പണിയെടുത്ത് നടുവൊടിഞ്ഞ് താനിവിടെ നിന്നും പോകും. സുശീല അഹങ്കാരത്തോടെ പറയുന്ന ക്രൂരവാക്കുകൾ കേട്ടിട്ട് പോലും ശേഖരൻ സുശീലയോട് യാചിച്ചു പറയുന്നു, ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. വേണമെങ്കിൽ അടുക്കളപ്പണിയും ഞാൻ ചെയ്യാം. അത് കേട്ട് സുശീല പരിഹസിച്ച് സോനയോട് പറയുന്നു, കേട്ടോടി, അയാൾക്കിനി അടുക്കളപ്പണി ചെയ്യണം. എന്നിട്ട് വേണം അയാൾക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് കയറാൻ. പിന്നെ അകത്ത് തന്നെ കിടക്കുകയും ചെയ്യാം. അകത്തേക്ക് കയറി വരുന്ന സുശീലയോട് സോന പറയുന്നു, അമ്മ എന്തൊക്കെ ചെയ്യിച്ചാലും അയാൾ ഇവിടെ നിന്ന് പോകില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നോട്ടെ. അയാൾ പറഞ്ഞ പോലെ നമുക്ക് അയാളെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കാം. ഇവിടെയാണെങ്കിൽ അനുവേട്ടത്തെയും പ്രതിഭയുമില്ല. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്യാൻ നേരമില്ല. രാവിലെ തന്നെ ജോലിയെല്ലാം ചെയ്തിട്ടല്ലേ നീ പോകുന്നത്? പിന്നെ ഇവിടെ എന്ത് ജോലിയാണുള്ളത് എന്ന് സുശീല ചോദിക്കുന്നു. സുശീലയും ഹർഷയും കൂടി അമ്പലത്തിൽ വെച്ച് വീണ്ടും കാണുന്നു. ശേഖരനെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്താക്കണമെന്ന് സുശീല ഹർഷയോട് പറയുന്നു. അയാളെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിക്കണമെന്ന് സോന പറയുന്നു. ഞാൻ സമ്മതിച്ചില്ല. അയാൾ അടുക്കള ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ആൻറ്റി. എന്തിനാണത് തടയുന്നതെന്ന് ഹർഷ ചോദിക്കുന്നു. അത് വേണ്ട. വീടിനകത്ത് അയാളെ കയറ്റിയാൽ പിന്നെ അയാൾ അത് വെച്ച് എല്ലായിടത്തും കയറി ഇറങ്ങും. ഹർഷയ്ക്ക് പറ്റുമെങ്കിൽ അയാളെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ഈ നാട്ടിൽ നിന്നും ഓടിക്കാൻ പറ്റുമോ? അതിനൊക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ 2 ലക്ഷം രൂപയെങ്കിലും വേണം. പൈസ ഞാൻ തരാം, പക്ഷെ ഒന്നിച്ചു തരാൻ ഉണ്ടാകില്ലെന്ന് സുശീല പറയുന്നു. വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി സുശീലയുടെ വീട്ടിലേക്ക് വിനയൻ വരുന്നു. CCTV വെച്ചു കൊടുക്കാനുള്ള ഓർഡർ ഒന്നും വിനയൻ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. സുശീലയോട് വീണ്ടും CCTV വെക്കാനുള്ള അനുമതി ചോദിക്കാനാണ് വിനയൻ വന്നത്. വിനയൻ ശേഖരനെ കാണുന്നു. അങ്കിളിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകും. സുശീൽ ആന്റിയുടെ അങ്കിളിനോടുള്ള പെരുമാറ്റം എന്നെയും വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്കിൾ മദ്യപിക്കുമോ? ഞാൻ പണ്ടൊക്കെ മദ്യപിക്കുമായിരുന്നു. അസുഖബാധിതനായതുകൊണ്ട് ഇപ്പോൾ കഴിക്കാറില്ല. ഞാൻ വണ്ടിയിൽ മദ്യം വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് വരാം. നമുക്ക് വിഷമങ്ങളൊക്കെ മാറ്റാൻ 1-2 പെഗ് അടിക്കാമെന്ന് വിനയൻ പറയുന്നു. ശേഖരൻ വീണ്ടും മദ്യപിക്കില്ല എന്ന് പറയുന്നു. വിനയൻ മദ്യം എടുത്തുകൊണ്ട് വരുന്നു. ശേഖരനെ നിർബന്ധിച്ചു കുടിപ്പിക്കുന്നു. മദ്യമകത്ത് ചെന്ന ശേഖരന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. കുറച്ച് ധൈര്യമൊക്കെ കണ്ടുവരുന്നു. പഴയ ശേഖരനാകുന്നു. ഇത്ര നാളും സുശീലയുടെയും മക്കളുടെയും മുൻപിൽ ഭയപ്പെട്ടു നിന്ന ശേഖരനല്ല. പുതിയ മുഖം, പുതിയ രൂപത്തിൽ. അമ്പലത്തിൽ നിന്നും മടങ്ങി വരുന്ന സുശീല നോക്കുമ്പോൾ മുണ്ടൊക്കെ കുത്തി ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി വരുന്ന പഴയ ശേഖരൻ മുൻപിൽ നിൽക്കുന്നതാണ് കാണുന്നത്. കേറിവാടി, നീ എന്ത് ചെയ്താലും ആരും ഇവിടെ ചോദിക്കാനും പറയാനുമില്ലെന്ന തോന്നൽ നിനക്കുണ്ടെന്ന് ശേഖരൻ സുശീലയോട് പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വെല്ലുവിളിക്കാൻ താൻ ആരാടോ എന്ന് സുശീല തിരിച്ചു ചോദിക്കുന്നു. ശേഖരൻ ആരാണെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാമടി എന്ന് പറഞ്ഞ ശേഖരൻ സുശീലയെ കയ്യേറ്റം ചെയ്യുന്നു. എൻ്റെ മക്കളെ സ്വൈര്യമായി ജീവിക്കാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കാനും മടിക്കില്ലെന്ന് ശേഖരൻ സുശീലയോട് പറയുന്നു. ശേഖരൻ നല്ല ഉറക്കമാണ്. സുശീല വന്ന് ശേഖരന്റെ മുഖത്ത് വെള്ളമൊഴിക്കുമ്പോൾ ശേഖരൻ ഞെട്ടിയുണരുന്നു. നമ്മൾ കണ്ടതും കാണിച്ചതുമെല്ലാം ശേഖരന്റെ വെറും സ്വപ്നങ്ങളായിരുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.